അഭിമന്യു വധത്തിലെ പ്രധാനി പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നു. വിശദാംശങ്ങളുമായി ഉമേഷ് ചേരുന്നു. ഉമേഷ്, ഇപ്പോൾ ആരാണ് പിടിയിലായത്? പ്രജീഷ്, ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ക്യാമ്പസ് ഫ്രണ്ടിന്റെ സംസ്ഥാന സെക്രട്ടറിയായ മുഹമ്മദ് റിഫയാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത്. ഈ മഹാരാജാസ് കോളേജിൽ അക്രമം ആസൂത്രണം ചെയ്തവരിൽ പ്രധാനിയാണ് മുഹമ്മദ് റിഫ എന്ന് പോലീസ് നേരത്തെ തന്നെ അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ്. മറ്റൊരു പ്രധാന പ്രതി മുഹമ്മദിനെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. റിമാൻഡിൽ കഴിഞ്ഞിരുന്ന ഇയാളെ 8 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിലും വാങ്ങിയിരുന്നു. ഈ മുഹമ്മദ് അടക്കമുള്ളവരെ വിശദമായി ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് റിഫയുടെ ഒളിത്താവളം സംബന്ധിച്ച് പോലീസിന് വ്യക്തമായ വിവരം ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇയാളുടെ സഞ്ചാരവും ഒളിത്താവളങ്ങളെല്ലാം തന്നെ പോലീസ് നിരീക്ഷിച്ചു വരികയാണ്. ഈ നിരീക്ഷണത്തിനൊടുവിലാണ് ഇപ്പോൾ മുഹമ്മദ് റിഫ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഈ കേസിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നിർണായകമായ ഒരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് പറയാം. ഇയാളെ ചോദ്യം ചെയ്യുന്നതോടെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. നിലവിൽ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തതേ ഉള്ളൂ. ഇയാളെ കൊച്ചിയിലേക്ക് എത്തിക്കുന്നതേ ഉള്ളൂ. കൊച്ചിയിൽ എത്തിച്ച ശേഷം വിശദമായി ചോദ്യം ചെയ്ത ശേഷമായിരിക്കും ഇയാളുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുക. ഏതായാലും പ്രധാനപ്പെട്ട പ്രതികളിൽ ഒരാളെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അതായത് ഉമേഷ്, മുഹമ്മദ് റിഫ പിടിയിലായതോടുകൂടി നിർണായകമായ തെളിവുകളെല്ലാം തന്നെ ലഭിക്കുമെന്ന് തന്നെയാണോ പോലീസിന് അറിയാൻ കഴിയുന്നത്? കാരണം ആസൂത്രണത്തിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് മുഹമ്മദ് റിഫ. മുഹമ്മദ് റിഫയുടെ മാത്രമല്ല ബന്ധങ്ങൾ, തീവ്രവാദ ബന്ധങ്ങളടക്കം ഒരുപക്ഷെ ചോദ്യം ചെയ്യലിലൂടെ വെളിവാകുമെന്ന് തന്നെയാണോ അന്വേഷണ സംഘം കരുതുന്നത്? കൊലപാതകത്തിൽ നിർണായക ഘട്ടങ്ങളിലേക്ക് തന്നെ, നിർണായക ഘട്ടം ഒരുപക്ഷെ പൂർത്തി അവസാന ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നു റിഫയുടെ റിഫയെ കസ്റ്റഡിയിലെടുത്തതിലൂടെ എന്ന് വേണമോ കരുതാൻ? തീർച്ചയായും അങ്ങനെ നമുക്ക് കരുതാം. കാരണം ഈ സംഘത്തിലെ, ഈ കൊലപാതക സംഘത്തിലുണ്ടായിരുന്നവരെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സംഘത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ക്യാമ്പസ് ഫ്രണ്ടിന്റെ സംസ്ഥാന സെക്രട്ടറിയായ മുഹമ്മദ് റിഫ. ഇയാൾ പൂത്തോട്ടയിലെ സ്വകാര്യ ലോ കോളേജിലെ നിയമ വിദ്യാർത്ഥിയാണ്. ഈ കേസുമായി ബന്ധമുണ്ട് എന്ന സൂചനയെ തുടർന്ന് ഇയാളെ നേരത്തെ ക്യാമ്പസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. സംശയത്തിന്റെ നിഴലിൽ തന്നെയായിരുന്നു മുഹമ്മദ് റിഫ ആദ്യം മുതൽ തന്നെ. ഈ കേസിൽ ഗൂഢാലോചന ഉണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമായതാണ്. ഈ ക്യാമ്പസ് ഫ്രണ്ട്, SDPI പോപ്പുലർ ഫ്രണ്ട്, ഇവർ ആസൂത്രണം ചെയ്താണ് ഈ അഭിമന്യുവിനെ കൊലപ്പെടുത്തിയത്. അല്ലെങ്കിൽ മഹാരാജാസ് കോളേജിൽ ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടാക്കുകയും അഭിമന്യുവിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചതും ഈ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് നേരത്തെ തന്നെ അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇവരെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയിരുന്നത്. മുഹമ്മദ് റിഫ ഒളിവിലായിരുന്നു. ഇയാൾക്ക് വേണ്ടി ദിവസങ്ങളായി പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു. ഇതിനിടെ പ്രധാന പ്രതി മുഹമ്മദ് പിടിയിലായതാണ് ഈ കേസിൽ വഴിത്തിരിവിലെത്തിയത്. പ്രധാനപ്പെട്ട പ്രതികളെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. ഇവരുടെ പങ്കാളിത്തം സംബന്ധിച്ചും പോലീസ് നേരത്തെ വ്യക്തമായിരുന്നതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പൂത്തോട്ടയിലെ ലോ കോളേജ് കേന്ദ്രീകരിച്ചും ഇതുകൂടാതെ ഇയാൾ പോകാൻ സാധ്യതയുള്ള മറ്റിടങ്ങൾ സംബന്ധിച്ചും പോലീസ് അന്വേഷണം നടത്തി വന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് മുഹമ്മദ് റിഫയെ വളരെ തന്ത്രപൂർവ്വം തന്നെ പോലീസിന് ഇപ്പോൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇയാളുടെ ചോദ്യം ചെയ്യൽ വളരെ നിർണായകമാണ്. അഭിമന്യുവിന്റെ കൊലപാതക സംഘത്തിൽ ഉൾപ്പെട്ട അവശേഷിക്കുന്ന മറ്റു പ്രതികളെ കുറിച്ച് അവരെ കൂടിയാണ് ഇനി വലയിലാകാനുള്ളത്. അവരും ഈ അറസ്റ്റോടെ, ഈ മുഹമ്മദ് റിഫയെ കൂടി അറസ്റ്റ് ചെയ്യുന്നതോടെ അവരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുമെന്ന് തന്നെയാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ഉമേഷ്, ഇപ്പോൾ കസ്റ്റഡിയിലുള്ളവർ എത്ര പേരാണ്? അറസ്റ്റിലായവർ, അറസ്റ്റ് രേഖപ്പെടുത്തിയവർ എത്ര പേർ? ഇനി പോലീസിന്റെ മുന്നിലുള്ള, പോലീസ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇനിയുള്ള കടമ്പകൾ എന്തൊക്കെയാണ്? പ്രജീഷ, അഭിമന്യു വധക്കേസുമായി ബന്ധപ്പെട്ട നിലവിൽ 14 പേരെയാണ് പോലീസ് ഔദ്യോഗികമായി അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ ഈ കേസിൽ 15 പ്രതികളാണ് ഉണ്ടായിരുന്നതെന്ന് പോലീസ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നെങ്കിലും പിന്നീടുള്ള വിശദമായ അന്വേഷണത്തിൽ കൂടുതൽ പ്രതികളുണ്ട് എന്ന് വ്യക്തമായിരുന്നു. ഈ കൊലപാതക സംഘത്തിൽ ഉൾപ്പെട്ടവരെ കൂടാതെ ഇവർക്ക് സഹായം ചെയ്ത SDPI പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ഉൾപ്പെടെ ഏകദേശം 25ഓളം പ്രതികളുണ്ട് എന്നുള്ളത് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ വളരെ കൃത്യമായ ശാസ്ത്രീയമായ അന്വേഷണമാണ് പോലീസ് നടത്തി വന്നിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൊലപാതക സംഘത്തിൽപ്പെട്ട പ്രധാനികൾ ഉൾപ്പെടെയുള്ളവരെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞതും ആ ഒരു സാഹചര്യത്തിലാണ്. ഇനി അഭിമന്യുവിന്റെ കൊലപാതക സംഘത്തിലെ ഏതാനും പേരെ കൂടി പോലീസിന് അറസ്റ്റ് ചെയ്യാനുണ്ട്. ഇത്തരത്തിൽ പ്രധാനികൾ പിടിയിലായ സാഹചര്യത്തിൽ
ഇവരെ ചോദ്യം ചെയ്യുന്നതോടെ അവരെക്കുറിച്ചുമുള്ള വ്യക്തമായ വിവരം ലഭിക്കുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. ശരി, ഉമേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. അഭിമന്യു വധക്കേസുമായി ബന്ധപ്പെട്ട് ക്യാമ്പസ് ഫ്രണ്ടിന്റെ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് റിഫ, ഒളിവിൽ കഴിഞ്ഞിരുന്ന മുഖ്യ ആസൂത്രകനിൽ ഒരാളായ മുഹമ്മദ് റിഫയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്.